മക്കപ്പുഴ സ്കൂളിൻ്റെ പരിസരത്ത് ആരോ കൊണ്ട് ഉപേക്ഷിച്ച കുഞ്ഞുങ്ങളാണിത്. കണ്ണില്ലാത്ത ക്രൂരത എന്ന് തന്നെ പറയാം. വളർത്തിയിട്ട് കൊണ്ട് കുഞ്ഞുങ്ങളാകുമ്പോൾ ഇങ്ങനെ കൊണ്ട് ഉപേക്ഷിക്കുന്നത്. ഗൈസ്, അത് ഒരെണ്ണം മാത്രം ബാക്കിയായിട്ടുണ്ട്. അതിനെ ഞാൻ കൊണ്ടുപോകാമെന്ന് വെച്ചു. പപ്പിയുണ്ട്. പപ്പി ഇതിനെ അക്സെപ്റ്റ് ചെയ്യുമോ എന്നറിയില്ല. പക്ഷെ ഭയങ്കര ക്യൂട്ടാണ് ഇവനെ കാണാൻ. ബോയ് ആണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ പറയണേ. കുറേ ദിവസമായാൽ പിന്നെ എനിക്കിതിനെ തരാൻ ഭയങ്കര ബുദ്ധിമുട്ടാകും. കാരണം അതിനോടുള്ള അറ്റാച്ച്മെൻറ്റ് കൂടിയിട്ട്. പിന്നോ നോ നോ പപ്പി ആരാടാ ചേട്ടന്റെ കയ്യില്? ഒന്നും ചെയ്യല്ലേ, കടിക്കുമോ മോനെ? പപ്പി ബേബിയാ, പപ്പി കുഞ്ഞ്, പപ്പിയേ പൊന്നേ. എല്ലാം നശിപ്പിച്ചിട്ടേക്ക് വന്നോടി നീ. വേണ്ട, അതിനെ കുളിപ്പിക്കണം. ആദ്യം കുളിപ്പിച്ചിട്ട് വേണം കേട്ടോ. പപ്പിക്കെല്ലാം എന്തെങ്കിലും അസുഖം വരും. നമ്മളിതിനെ എണ്ണ തേച്ച ഗൈസ് കുളിപ്പിക്കുന്ന എന്നാന്നറിയാം. ഇതിന് ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ, അഥവാ ചെള്ളിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയോ തേങ്ങാപ്പാലോ, അല്ല മൂട്ടയല്ല, തേങ്ങാപ്പാലോ ഒഴിച്ച് ഇതിനെ വൃത്തിയായിട്ട് തേച്ചിട്ട് കുളിപ്പിക്കുകയാണെങ്കിൽ ചെള്ളിൻ്റെ ശല്യമോ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മാറിപ്പോകും. കോഴിയൊക്കെ നിന്നെ കാണാൻ വന്നിരിക്കുന്നുണ്ടോ? നമ്മുടെ എന്ന് വെച്ചേക്കുന്നോടാ അമ്മ കുപ്പിച്ചിട്ട് മോനെ പാല് വെച്ചിട്ടാ മോനെ. എൻ്റെ കുഞ്ഞുമോനല്ലേ, എൻ്റെ പൊന്നുമോനെ. പപ്പിയുണ്ടോ? മാറിയിരിക്കും മോനു. പപ്പി മോൻ അടിയാണേ. നോ മാതു. അത് സുന്ദരിയേ, നമ്മുടെ മറ്റേ ഇവിടെ കൂട്ട് അറുകൂട്ടാടാ. പോപ്പിക്ക് ഈ ഷേപ്പല്ല, ഇങ്ങനെ ആയിരുന്നു മുഖത്തിന്റെ രണ്ട് സൈഡും. പിന്നെ അനുസരണമായിരുന്നല്ലേ. പാവങ്ങളെ 5 എണ്ണം ഉണ്ടായിരുന്നു ഗൈസ്. ചേട്ടനോട് പോലും ഞാൻ ചോദിക്കാതെ എടുത്തുകൊണ്ട് വന്നു. ഇനി ഇതിന് ഞാൻ ഇവിടെ എന്താണ് പ്രശ്നമെന്ന് എനിക്കറിയില്ല. എന്തെല്ലാം പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ എന്തെല്ലാം പ്രശ്നം ഉണ്ടാകുമെന്നും എനിക്കറിയത്തില്ല. പക്ഷെ എനിക്കിതിനെ കളയാൻ തോന്നിയില്ല. പാവം തോന്നി. വിശപ്പാണെന്നല്ലേ. കുഞ്ഞ സത്യത്തിൽ കുളിപ്പിക്കാമോന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇൻഫെക്ഷൻ വലിയ ഉണ്ട്. പപ്പിക്കൂടെ ആവുന്നുണ്ട്. കുളിപ്പിക്കാണ്ട് അകത്ത് കയറ്റാനും നമുക്ക് ബുദ്ധിമുട്ടാ. കുച്ചു പാലൊന്ന് പോയി നോക്കിട്ടോ. എയർ ഡ്രയർ ഉണ്ടായിരുന്നെങ്കിൽ ഒറ്റടി അടിച്ചാൽ മതിയല്ലേ. ഇങ്ങനെ നമ്മുടെ സുന്ദര കുട്ടപ്പനെ കുളിപ്പിച്ചെടുത്തിട്ടുണ്ട്. മോനെ കമ്പി എടുത്ത് മുറുക്കി വെക്കണം. എന്റെ സുന്ദര കുട്ടപ്പനാണ്. ഫിൽറ്റർ പാവം എന്ത് വിശന്ന് പോയി. നമുക്ക് കുളിപ്പിക്കാൻ കൂടെ ചെയ്തപ്പോഴത്തേനെ പിന്നെ പപ്പി കഷ്ടം. നമ്മുടെ സുന്ദര കുട്ടൻ പാലൊക്കെ കുടിച്ചു. വയറ് നിറഞ്ഞു. ഞങ്ങൾക്ക് വയറ് നിറഞ്ഞു. കഷ്ടം. ആർക്കെങ്കിലും ഇങ്ങനെ കളഞ്ഞിട്ട് വേണം തോന്നുന്നു. പൊട്ടി കുഞ്ഞുങ്ങള് പാലൊക്കെ കൂടി കഴിഞ്ഞിട്ട് തിന്നാറായിട്ട് കൊണ്ടുവിടുവാണേലും കുഴപ്പമില്ല. ഇതാണ് ഒരുമാതിരി മനുഷ്യപ്പറ്റില്ലാത്ത പരിപാടിയായിട്ട്. പപ്പിക്ക് നമ്മുടെ കുഞ്ഞിനോടുള്ള സ്നേഹം കണ്ടോ? അവന് തണുക്കുന്ന്. കുളിപ്പിച്ചതേ ഉള്ളു. ഇപ്പം അവനൊരു ചൂടുള്ള നല്ല തുണി എടുത്തിട്ട് വേണം നിന്റെ
ഒന്നും ചെയ്യല്ലേ മോനെ. ഗൈസ്, നമ്മുടെ കുഞ്ഞിനും പപ്പിയും കൂടെ കണ്ട. കുഞ്ഞ് നല്ല പപ്പീൻ്റെ നേരത്തെ ചൂടും പിടിച്ച് കിടക്കുക. പപ്പിക്ക് പക്ഷെ ഭയങ്കര അസ്വസ്ഥത കേട്ടോ. അവൾക്ക് ഇഷ്ടമൊന്നുമില്ല. എന്നെ പേടിച്ചാണെന്ന് അവൾ അഡ്ജസ്റ്റ് ചെയ്യുക. പപ്പി പാവ കേട്ടോ. പപ്പിയുടെ ഇഞ്ഞാഞ്ഞ കുടിക്കുന്നു. കുഞ്ഞൻ ചെന്ന് പപ്പിയുടെ ഇഞ്ഞാഞ്ഞ ഇങ്ങനെ ഇട്ട് പരതി. അവൾക്കപ്പം ഇക്ലിയായെന്ന് തോന്നുന്നു. ഗൈസ്, പപ്പി നമ്മുടെ കുഞ്ഞിനെ ഏറ്റെടുത്ത കാഴ്ചയാണ്. അവൾക്ക് ഭയങ്കര സ്നേഹം കേട്ടോ. ഞാൻ ഓർത്ത് അവൾ ഉപദ്രവിക്കാമെന്ന് ഓർത്തത്. പക്ഷെ അവൾ എത്ര കെയറായിട്ടാണെന്നറിയാം. അവൾ അനങ്ങാതെ കിടന്നു കൊടുക്കുന്നു അവന് ഉറങ്ങാനായിട്ട്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അമ്മമാരെ പോലെ അവനെ നക്കുകയും എന്താ ചെയ്യുന്നതെന്ന് അവൾക്ക് തന്നെ അറിയത്തില്ല. ഇടയ്ക്കാണെങ്കിൽ വെളിയിൽ കൊണ്ടുവച്ചപ്പോൾ അവളെ അറിയാണ്ടൊരു തട്ടൊക്കെ കൊടുത്തായിരുന്നു. അതെ, ജന്മമൊന്നും കൊടുക്കണമെന്നില്ല, അമ്മയാവാനെന്ന് പപ്പി തെളിയിച്ചേക്ക്. കർമ്മം കൊണ്ട് പപ്പി ഇപ്പോൾ കുഞ്ഞൻ്റെ അമ്മയായിട്ടുണ്ട്. ഭയങ്കര കെയറിങ് കുഞ്ഞിനെ. അവന് അവളുടെ വാലിൻ്റെ അവിടെ എത്തുമ്പോൾ അവൾ കാല് പൊക്കി കൊടുക്കും അവിടെ മടിയിലോട്ട് കിടക്കാനായിട്ട്. ഞാൻ ഇത്തരം പ്രതീക്ഷ, ഞാനത് പപ്പി ഇതിനെ അക്സെപ്റ്റ് ചെയ്യുമോ, പപ്പി ഉപദ്രവിക്കുന്നത്. പക്ഷെ കൊണ്ടുവന്നത് ഒരു 4 മണിയായപ്പോൾ കൊണ്ടുവന്നതാ. പക്ഷെ ഇത്ര പെട്ടെന്ന് പപ്പി അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. നക്കിയൊക്കെ അവൾ അതിനെ നക്കിയൊക്കെ തുടച്ച് അതിനെ പൊന്നുപോലെ അവൾ നോക്കുന്നേ. മനുഷ്യരൊക്കെ കണ്ടുപഠിക്കേണ്ടതായത്. അവൻ എത്ര കംഫർട്ടബിൾ ആണെന്ന് നോക്ക് പപ്പീൻ്റെ അടുത്ത്. അവനാണ് അമ്മയുടെ അടുത്ത് കുഞ്ഞ് കിടക്കുന്നു കേട്ടാ. അവൾക്ക് എണ്ണിട്ട് പോകണമെന്നൊക്കെ ഉണ്ട്. അവൾക്ക് ഇത് ഇങ്ങനെ അങ്ങ് കിടന്നുള്ള എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. പക്ഷേ അവൾ എന്നിട്ട് അവൻ ഉണരുമോ എന്നൊക്കെയുള്ള എന്തോ ഒരു കൺഫ്യൂഷനിൽ ഇങ്ങനെ കിടന്ന് കൊടുക്കുക. ഇപ്പം നമ്മൾ കൈ കൊണ്ടുവരുമ്പോഴേ പപ്പി ഇങ്ങനെ ഒരു നോട്ടോട്ട് കണ്ടോ. പപ്പിക്ക് ഇഷ്ടമില്ല. അവളുടെ എന്തോ അവൾ പ്രസവിച്ച കുഞ്ഞിനെ പോലെ അവൾ അതിനെ നോക്കുന്നേ കണ്ടോ. അവൻ ചെറുതായിട്ട് ഞരങ്ങുന്നുണ്ട് ഞാൻ ഇങ്ങനെ അനക്കിയപ്പോൾ. ഉണ്ട് പപ്പി നക്കി പോട്ടെ പോട്ടെ എന്നുള്ള രീതിയിൽ. സത്യത്തിൽ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല പപ്പി ഇങ്ങനെ സ്നേഹിക്കുന്നു. പപ്പിക്ക് അവന് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഞാൻ എത്ര പ്രതീക്ഷിച്ചില്ല സത്യമായിട്ടും. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. ഞാൻ അവനെ ശല്യപ്പെടുത്തിയപ്പോഴത്തേനും അവന് ഉറക്കം ഡിസ്റ്റർബായി. പപ്പിയപ്പോഴത്തേനും കാണിച്ചുണ്ടോ. ഇനിയിപ്പം ഞാൻ ഇവിടെ നിന്ന് മാറി പപ്പി എൻ്റെ കൂടെ കിടന്ന് ഉറങ്ങുമെന്നാണ് തോന്നുന്നത്. അവൾക്കും ചെറിയ ഉറക്കമൊക്കെ വരുന്നുണ്ട്. ഞാനിവിടെ ഇരിക്കുന്നതുകൊണ്ട് അവൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു. ഗൈസ്, പപ്പിയുടെ സ്നേഹം കണ്ടില്ലേ കുഞ്ഞിനോട്. അവന് ചെള്ളുണ്ടെന്നുള്ള രീതിയിൽ ഒരമ്മ എങ്ങനെ ഒരു കുഞ്ഞിനെ കെയർ ചെയ്യുമോ അതുപോലെയാണ് പപ്പി കുഞ്ഞിനെ കെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നന്നായിട്ട് അതിൻ്റെ ചെള്ളൊക്കെ അതിന് ചൊറിയുന്നുണ്ടെന്നുള്ള രീതിയിൽ ചെള്ളൊക്കെ കഴിച്ച് അതിനെ നല്ലതായിട്ട് വൃത്തിയാക്കി പതുക്കെ. സ്നേഹം കൂടിയിട്ട് എനിക്ക് തോന്നി അവൾ അതിനെ എന്തൊക്കെയോ അവൾക്ക് തന്നെ അറിയത്തില്ല അതിനെ എന്ത് ചെയ്യണമെന്ന്. പിന്നെ വെളിയിലൊക്കെ സൗണ്ട് കേൾക്കുമ്പം കുഞ്ഞിനെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകാൻ വന്നതാണോ ഈ പ്രസവിച്ച് കിടക്കുന്ന അമ്മ നായ്ക്കളൊക്കെ ഒരു ഇതുണ്ടല്ലോ, എന്താ വെളിയിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഭയങ്കര ശ്രദ്ധ. അതൊക്കെയുണ്ട് പപ്പിക്ക്. പപ്പി സത്യത്തിൽ ഇപ്പോൾ അതിൻ്റെ റിയൽ മദറായിട്ട് മാറിയിരിക്കുകയാണ്. പപ്പി അമ്മയ്ക്ക് കളഞ്ഞു പോയ തൻ്റെ കുഞ്ഞിനെ തിരിച്ചു കിട്ടിയ
ഫീലിംഗ് ആണ് ഗൈസ്. ഒരു നിധി കിട്ടിയ പോലെ. അവൾ എന്ത് കെയറിങ് ആണ് അതിനെന്നറിയോ. ഇതാണ് ഒരമ്മയുടെ സ്നേഹം എന്ന് പറയുന്നത് അല്ലേ, വളർത്തമ്മയുടെ സ്നേഹം.